ഈ രണ്ടാമത്തെ വിഷയം വന്യമൃഗങ്ങളുടെ ശല്യം. ഒരു സംശയവും വേണ്ട, വലിയ ശല്യമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ പന്നിയൊക്കെ കൊന്നിട്ട് മനുഷ്യ തിന്നാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കല് പരിപാടി അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ജീവി പെറ്റുപെരുകയാണെങ്കിൽ വർഷത്തിൽ നിശ്ചിത കാലയളവിൽ ആ ജീവിയെ കൊന്നു തിന്നാനുള്ള ഒരവസരമുണ്ട്. അങ്ങനെ കേരള ഗവൺമെൻറ് കേന്ദ്രത്തോട് പറഞ്ഞു, പന്നി ഉൾപ്പെടെയുള്ള വലിയ പെറ്റുപെരുകിയ ഈ ജീവികളെ ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണം. അതിന് ഇംഗ്ലീഷ് വാക്കെന്ന് പറഞ്ഞാൽ വെർമിൻ ആയിട്ട് പ്രഖ്യാപിക്കണം. എത്രയോ നിവേദനങ്ങൾ കൊടുത്തു. ഞാൻ ഉൾപ്പെടെയുള്ള MP-മാരെ ഒരു ഡസൻ തവണയെങ്കിലും പരിസ്ഥിതി മന്ത്രി, വന്യപരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കണ്ട് നിവേദനം സമർപ്പിച്ചു. ഭൂപേന്ദ്ര യാദവ് ഒരു കാര്യം പറഞ്ഞു. ഒന്ന്, ഈ കടുവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീറ്റ എന്ന് പറയുന്നത് കാട്ടുപന്നിയാണ്. അപ്പം നിങ്ങളെ കൊണ്ട് ഈ കാട്ടുപന്നി ഇല്ലാതാക്കി കഴിഞ്ഞാൽ കടുവ അങ്ങോട്ട് അസ്വസ്ഥരാകും. കടുവയ്ക്ക് തിന്നണം. രണ്ടാമതും അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും ശ്രദ്ധേയം. അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ നിവേദനമായിട്ട് വരുന്നത്? നിങ്ങൾ ആദ്യം കോൺഗ്രസിന്റെ നേർക്ക് വിരച്ചുകൊണ്ട് 1972 ഇന്ദിരാഗാന്ധിയാണ് ഈ വന്യമൃഗ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. 1972 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന വന്യമൃഗ സംരക്ഷണ നിയമം പിന്നീട് വന്ന എല്ലാ ഗവൺമെന്റുകളും, കോൺഗ്രസ് ഗവൺമെന്റുകളും, 2 തവണ BJP ഗവൺമെന്റും അതിൻ്റെ കടുപ്പം വർദ്ധിപ്പിച്ചു. രാജീവ് ഗാന്ധി ഭേദഗതി കൊണ്ടുവന്നു, നരസിംഹറാവു ഭേദഗതി കൊണ്ടുവന്നു, മൻമോഹൻ സിംഗ് ഭേദഗതി കൊണ്ടുവന്നു, അടൽ ബിഹാരി വാജ്പേയി ഭേദഗതി കൊണ്ടുവന്നു. എന്തിനേറെ നരേന്ദ്രമോദി 2022 ഭേദഗതി കൊണ്ടുവന്നു. 2022 ഈ ബില്ല് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ ഒരു ഭേദഗതി ഞാൻ നിർദ്ദേശിച്ചു. അതായത് ഏതെങ്കിലും ജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിന് നൽകണം. ഇപ്പോൾ നിങ്ങളുടെ ഭേദഗതി പ്രകാരം അത്തരമൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു രാജ്യത്ത്, വൈവിധ്യങ്ങളുള്ള രാജ്യത്ത്, ഒരു സ്ഥലത്ത് ഏതെങ്കിലും വന്യമൃഗം പെറ്റുപെരുകിയാൽ അതിനെ കൊന്നൊടുക്കാനുള്ള ഒരു അധികാരം ഒരു സംസ്ഥാന ഗവൺമെന്റിന് നൽകണമെന്ന് പറഞ്ഞ ന്യായമായ ഒരു ഭേദഗതിയെ പിന്തുണയ്ക്കാൻ ഒരു കോൺഗ്രസ് അംഗം പോലും കൈയുയർത്തിയില്ല. ഞാൻ യാഥാർത്ഥ്യം പറയണം. ഞങ്ങൾ ഒരു ഡസൻ തവണ നിവേദനവുമായിട്ട് മന്ത്രിയെ കാണാൻ പോയി. ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യമുള്ള ജില്ലകളിലെ പട്ടിക എടുക്കുകയാണെങ്കിൽ ഇടുക്കിയുണ്ട്, അതുപോലെ വയനാടുണ്ട്. വയനാടിൻ്റെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഒരു തവണ പോലും ഇത് സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിക്കുകയോ ഇത് സംബന്ധിച്ചൊരു നിവേദനം കേന്ദ്രത്തിന് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് UDFന്റെ മലയോര യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിവൃത്തം. ഈ 2 കാര്യങ്ങളിലും പ്രതിക്കൂട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, കോൺഗ്രസ് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജയേന്ദ്ര സഖാവേ, ഈ മലയോര യാത്ര ഇവിടെ വരുമ്പോഴെങ്കിലും നമ്മുടെ ആൾക്കാർ VD സതീശനോട് ചോദിക്കണം, 1972 വനം സംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഭേദഗതി ചെയ്ത് അതിൻ്റെ കടുപ്പം വർദ്ധിപ്പിച്ചു. അതിൻ്റെ കടുപ്പം പോരാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ജയറാം രമേശ് കഴിഞ്ഞ തവണ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ, അതായത് വന്യമൃഗ സങ്കേതം ഫോറസ്റ്റിൽ നിന്ന് ഇത്ര കിലോമീറ്റർ മാറിയേ മനുഷ്യൻ സഞ്ചരിക്കാൻ പാടുള്ളൂ. വന്യമൃഗങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുപോലുള്ള ഭേദഗതികൾ നിർദ്ദേശിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്.
ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ UDF-ന്റെ ഈ സമരവുമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഇടുക്കിയിൽ നിന്ന് ഈ പറഞ്ഞ വന്യമൃഗങ്ങളോടും കാടിനോടും പൊരുതി വലിയൊരു വിജയഗാഥ തീർത്ത ഒരു നാടിൻ്റെ ഒരു നേർസാക്ഷ്യം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ഇന്നത്തെ കാലിക യാഥാർത്ഥ്യം എന്താണെന്ന് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം എനിക്ക് സന്തോഷം പകരുന്നുണ്ട്. ഈ VD സതീശൻ്റെ ജാഥയെ മുൻനിർത്തി നമ്മുടെ K. സുധാകരൻ ചില കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സുധാകരൻ കണ്ണൂരുകാരൻ, അതുകൊണ്ട് ശുദ്ധനാണ്. ഞാൻ കണ്ണൂരുകാരനായതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അതേ ഉള്ള കാര്യം അറിയാതെയൊക്കെ പറഞ്ഞു പോയി. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ ഈ ആനയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് പണിപ്പെട്ടു. ആ ബൈറ്റ് വൈറലായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എല്ലാവരുടെയും ഫോണിൽ കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം എന്താണ് ഇലക്ട്രിക് ഫെൻസിങ് നടത്തി, സോളാർ ഫെൻസിങ് നടത്തി, മതിൽ കെട്ടി, ആനയുടെ ഓരോ സവിശേഷ ആംഗ്യങ്ങൾ പോലും അദ്ദേഹം വിസ്തീരിച്ച് കാണിച്ചു. ആന എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ബുദ്ധി ആർജിച്ച് മരത്തിൻ്റെ തണ്ട് ഒടിച്ചെടുത്തിട്ട് ഈ പറയുന്ന കമ്പി അടിച്ചു തകർത്ത് എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, ഇത് ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വീണ്ടും വരുമെന്നുള്ളത് ഈ സുധാകരൻ പറഞ്ഞു. എനിക്ക് ഈ സുധാകരന് ചില കാര്യം തുറന്നു പറയുമ്പോൾ ദിനേശ ഒരു ചിത്രം ഉണ്ടായിരുന്നില്ല, മഴവിൽക്കാവടി നമ്മുടെ ജയറാമും ഇന്നസെൻ്റൊക്കെ ഉള്ള അതിലൊരു പറവൂർ ഭരതൻ്റെ ഒരു കഥാപാത്രമുണ്ട്, നല്ല മീശക്കാരനായിട്ടുള്ളത്. അപ്പോൾ ഇന്നസെൻ്റ് ഈ പറവൂർ ഭരതനോട് പറഞ്ഞു, നിങ്ങൾ അധികം കരയരുത്, കരഞ്ഞ കരുതി നിങ്ങളുടെ മീശയെ അങ്ങോട്ട് സമൃദ്ധമായിട്ട് വളർന്നിരിക്കുകയാണെന്ന്. അപ്പം ഈ നമ്മുടെ സുധാകരൻ യഥാർത്ഥത്തിൽ ഈ ഇടയ്ക്ക് അറിയാതെ അദ്ദേഹത്തെക്കുറിച്ച് പലതും നമ്മൾ ആക്ഷേപം പറയാറുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയും. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സമരത്തെക്കുറിച്ചല്ലേ ഇപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ മലയോര സമരജാഥ എന്ന് പറഞ്ഞ തട്ടിപ്പ് ആഭാസം UDF ഇപ്പോൾ കൊണ്ടെത്തിക്കുമ്പോൾ ഇടുക്കി ജില്ലയെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനൊരു മറുപടി നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയിലേക്ക് കൂപ്പുകുത്തിയത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണെന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലിക യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.